പഠിച്ച പണി 18 നോക്കിയിട്ടും ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് മുൻപിൽ ഹമാസ് വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടുകൂടി സമാധാന ചർച്ചകളിൽ ഹമാസ് താല്പര്യം കാണിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഖത്തറിലാണ് സമാധാന ചർച്ചകൾ നടന്നിരുന്നത്. എന്നാൽ ഇസ്രയേലിൽ നിന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ബാക്കിയുള്ളവരെ തിരിച്ചെത്തിക്കാനും ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പറഞ്ഞത്. എന്നാൽ ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ബാക്കിയുള്ളവരെ തിരിച്ചെത്തിക്കാനും ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പറയുകയുണ്ടായി. എന്നാൽ എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഹമാസ് നേതാക്കളെ വകവരുത്തും എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഹമാസിന് വെടിനിർത്തലിന് താല്പര്യമില്ലെന്നും അവർക്ക് മരിക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നുവെന്നും അത് വളരെ മോശവും അപകടകരവുമാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുമുണ്ടായി. ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണെന്ന് മിഡിൽ ഈസ്റ്റ് സമാധാന ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം. അതേസമയം പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ലെന്നും സമാധാന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നുമാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളത്. തങ്ങളുടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ എന്തിനെന്ന് പോലും അറിയാതെ കൊല്ലപ്പെടുമ്പോൾ കാടനീതി കാണിക്കുന്ന നെതന്യാഹുവിന് നേരെ ഒരു കാരണവശാലും പൊറുക്കില്ലെന്നും ചരിത്രം ആവർത്തിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കുകയുണ്ടായി. അതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ബ്രിട്ടനും ഇതിനെ അനുകൂലിച്ചത് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ബ്രിട്ടനിലെ എല്ലാ പാർട്ടികളിലും പെട്ട 220 എംപിമാരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നത്. ഫ്രാൻസിനെ പോലെ ദുരാഷ്ട്ര പരിഹാരം തന്നെയാണ് ബ്രിട്ടനിലെ എംപിമാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ആശ്വാസകരമായ കാര്യം. ബ്രിട്ടൻ ഇക്കാര്യം അംഗീകരിച്ചത് ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്നാണ് ഈ എംപിമാർ വാദിക്കുന്നത്. ഫലസ്തീനികൾക്ക് ഭക്ഷണവും അടിയന്തര വൈദ്യസഹായവും എത്രയും വേഗം ലഭ്യമാകണം. കുട്ടികളുടെ കാര്യത്തിലും ഇക്കാര്യം അടിയന്തരമായി ചെയ്യണമെന്ന് മാത്രമല്ല, ഇസ്രയേൽ ഗാസയ്ക്ക് നൽകിയ ഈ വിധി എത്രയും വേഗം മാറ്റിക്കുറിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ സമൂഹ മാധ്യമമായ എക്സിൽ കുറിക്കുകയുണ്ടായി. ഫലസ്തീൻകാർക്ക് അടിയന്തര സഹായം വിമാനമാർഗം എത്തിക്കുന്നതിനെ കുറിച്ച് ജോർദാൻ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 2 മാസത്തിനിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മാത്രം ഇസ്രയേൽ സൈന്യം 1000-ലധികം ഫലസ്തീനികളെ വധിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ തങ്ങളുടെ സൈന്യം മുന്നറിയിപ്പ് വെടിയുതിർക്കുക മാത്രമാണ് ചെയ്തതെന്നും സാധാരണക്കാരെ മനഃപൂർവ്വം വെടിവെക്കാറില്ലെന്നുമാണ് ഇസ്രയേൽ വാദിക്കുന്നത്. ഇതിന്റെ എല്ലാം ചുവട് പിടിച്ചാണ് തന്റെ പ്രതിനിധികളെ ഗാസയിൽ നിന്നും നെതന്യാഹു തിരിച്ചു വിളിച്ചത് എന്നതാണ് സംശയമുണർത്തുന്ന മറ്റൊരു കാര്യം.